ഞാൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സൗണ്ട് കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോ അത് നമ്മുടെ ആശാൻ തന്നെയാണ് മയില്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവൻ. ഞാൻ ഈ കിണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി ഇറക്കി. അതെന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി പച്ചമ്മ എന്റെ കൂടെ വന്നത്. എന്താണ് ആ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ചമ്മ പറഞ്ഞ് ആ ഇത് മയിലായിരുന്നാ. ഞാൻ വിചാരിച്ച് വേറെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് ആ അച്ഛമ്മയും പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കിയോണ്ട് വിളിക്കാന്നാ തോന്നണേ. കാരണം വേറെ ഏതോ സൈഡിൽ നിന്ന് മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ മയിൽ കരയണത് ഭയങ്കര ഡിഫറെൻറ്റ് സൗണ്ടുള്ള, സാധാരണ കേൾക്കണ പോലെയുള്ള സൗണ്ടിലല്ല. വേറെ എവിടെ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി ആരെങ്കിലും ഇവിടെ വരുമോ, ഇത് ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കട്ടെ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാക്ക വന്നു. അപ്പോൾ വിചാരിച്ചു ഈ കാക്കേനാണ് വിളിച്ചത്. അപ്പോൾ സംഭവം കാക്ക വല്ല പരിചയക്കാരനാവും കേട്ടോ. മേ ബി അതാവാൻ ചാൻസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓടിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കാൻ നോക്കി ഓടിക്കുക. അപ്പോൾ വിചാരിച്ച് ഈശ്വര ഞാൻ പെട്ടാ. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഓടാനുള്ള പ്ലാനൊക്കെ ഇട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ കൂടെ പറന്നു പോയി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അന്ന് ഒളിച്ചിരിക്കുന്ന പോലെ ഒരു നോട്ടണം എന്നെ നോക്കിയിട്ട്. അപ്പം ഞാൻ വീണ്ടും ബാക്കിലേക്ക് ഓടി വന്നിട്ട്, കാരണം ആൾ എന്നെ പറ്റിച്ച് ബാക്കിലേക്ക് വന്ന്. ഞങ്ങൾ ഇവിടെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലാസ്റ്റ് മൂപ്പരെന്നെ കണ്ടു എന്നാണ് തോന്നണത്. അപ്പോൾ ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടേക്കാന്നുള്ള രീതിക്ക് അങ്ങേര് പറക്കാനുള്ള പരിപാടി തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി, പറക്കാനുള്ള പരിപാടി തന്നെയാണ്. കാരണം ഈ പിശാചി പെണ്ണിൻ്റെ പിന്നാലെ കുടിക്കുന്നത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും മൂപ്പരതേ ചാടാനുള്ള പരിപാടി തന്നെയാണ്. ഉറപ്പാണ് എനിക്ക് ചാടുന്നത്. എന്നെ അങ്ങനെ ഓടിക്കാണ്ടിരുന്നാൽ മതി. അപ്പം ഞാൻ എൻ്റെ സർവ്വധൈര്യം സംഭരിച്ച് ഞാൻ ഇത്ര അടുത്തെത്തി. ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു മയിലിനെ കാണുന്നത്. അപ്പോൾ സംഭവം ആൾ പറക്കാൻ നോക്കി തന്നെയാണ്. എന്തായാലും കൊത്തു കിട്ടില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അടുത്തേക്ക് എത്തി. അപ്പോൾ ദേ മൂപ്പര് പറന്ന് വിഷു ഒരു മയിൽപ്പീലി എനിക്ക് തന്നിട്ടുണ്ടെങ്കിലോ ഞാൻ ചോദിച്ചു, പക്ഷെ തന്നില്ല. ഈ ആൾ പോവാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ആൾ ശല്യം ചെയ്യേണ്ട, ആൾ പൊക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മൂപ്പരെ വിചാരിച്ചിട്ടുണ്ട് ഓ പിശാചി കൊണ്ട് പോയി എന്ന് തോന്നണമെന്ന് പറഞ്ഞിട്ട് സമാധാനത്തിൽ ആളങ്ങ് പറഞ്ഞ പോലെ കുറച്ച് ആൾ സ്പീഡ് കൂട്ടിയപ്പോൾ വിചാരിച്ച് വിട്ടേക്കാം. ഞാൻ 2 ഡാൻസും പാട്ടൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് വന്നതാ. മഴ വരുന്നുണ്ടായിരുന്നേ, പക്ഷെ ഒന്നും നടന്നില്ല. അതെന്തായാലും മൂപ്പരെ വിട്ടേക്കാം, നമുക്ക് നമ്മുടെ പാട്ടിന് പോകാം, അതാ നല്ലത്. മൂപ്പരെ കാര്യം നോക്കട്ടേന്നേ. കുറേ നേരത്തെ ഒബ്സർവേഷന് ശേഷം ഞാൻ ആ പരിപാടി നിർത്തി. എനിക്ക് കാലി കഴിച്ച് കുറേ നേരം ഞാൻ മയിലിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ കയറി അതായിരിക്കും നല്ല.